എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ പിന്തുടർന്ന 5 അംഗ സംഘം കോഴിക്കോട് അറസ്റ്റിൽ. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല വാഹനമാണ് ഈ സുസു വാഹനവും അതിലുണ്ടായിരുന്ന 5 പേരടങ്ങുന്ന സംഘവും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കയറുകയായിരുന്നു. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. തുടർന്ന് പോലീസ് 3 തവണ ഇവരോട് മാറിപ്പോകാൻ ബാൻ ചെയ്ത് വിട്ടു. എന്നാൽ അത് ഉണ്ടായില്ല. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഇവർ വീണ്ടും വാഹന വ്യൂഹത്തിന് പിറകെ തന്നെ വരികയായിരുന്നു. കോഴിക്കോട് ചുങ്കത്ത് വെച്ച് ഈ വാഹനം പോലീസ് തടയുകയും 5 പേരെയും വാഹനവും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇതൊക്കെ വല്ല കേസാണ് സാറേ? സാർ ഇതൊന്നും കേസല്ല നാജുമണി പറയുന്നത്. BNSS 170 പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു. അത് കരുതൽ മുന്നറിയിപ്പ് എന്ന വകുപ്പാണ്. ആ വകുപ്പ് പ്രകാരം കേസെടുത്തു. നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവന്മാര് റോഡിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതുകൂടി പരിശോധിച്ച് ഉറപ്പിച്ച് വണ്ടി ഓടിക്കേണ്ട ഗതികേടൊക്കെ എങ്ങനെ നാട്ടുകാരെ സഹിക്കും? പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ബോംബുകൾക്കും വാളുകൾക്കും ഒക്കെ ഇടയിലൂടെ വെറും കൈയോടെ നടന്ന, അധികാരമൊന്നുമില്ലാതിരുന്ന കാലത്ത് പോലും കൈവീശി നടന്നിരുന്ന ആൾക്ക് രാജാവിന്റെ എഴുന്നള്ളത്ത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ആളുകൾക്ക് കുറഞ്ഞത് ഇവിടെ ഒരു വധശിക്ഷയെങ്കിലും വിധിക്കുന്ന തരത്തിലേക്ക് നിയമം മാറണം. ഇടയ്ക്ക് ഈ ആംബുലൻസോട് കൂടി ഈ ട്രെയിനിന്റെ ബോഗിക്ക് അവസാനമായി എന്ന് കരുതി അവർ ആ വരിയിൽ കയറി. വാഹനം ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. വാഹനം നടക്കാവ് പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്നാലും എന്റെ കർത്താവേ, നീ എനിക്ക് വീട്ടിന് പകർത്തുന്നത് കുരിശാണല്ലോ. പോലീസ് അടിയന്മാരെ ചുവന്നോളൂ.